നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം 100% ശരിയാവില്ല. സമയമെടുക്കും. 2-3 മത്സരങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ മികവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും. ആത്മവിശ്വാസത്തോടെ ഇത് പറയുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറാണ്. സാൻഡോസിനായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇന്നും കളിച്ചു. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ബ്രസീലിലെ കളി, നമുക്കിന്ന് രാവിലെ. ആ കളിയിൽ അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. 10-68 മിനിറ്റാണ് കളിക്കളത്തിലുണ്ടായിരുന്നത്. 90 മിനിറ്റ് കളിക്കാൻ ഇപ്പോഴും താരം പൂർണ്ണ സജ്ജരല്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം കാര്യം വ്യക്തമാക്കുന്നത്. ബ്രസീലിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഫിസിക്കലി ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. ഓരോ ദിവസവും ഞാൻ കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കളിയിൽ നോക്കുക, ഞാൻ കളിക്കാൻ ഇറങ്ങിയ ഘട്ടത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് കഴിഞ്ഞ മത്സരത്തേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടാണ്. സോ ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. 100% ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഫിറ്റ് ആവാൻ കഴിയില്ല. ഒറ്റ രാത്രി കൊണ്ട് 100% ഫിറ്റ് എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല. പക്ഷേ വിത്തിൻ 2 or 3 ഗെയിംസ്, 2-3 മത്സരത്തിനുള്ളിൽ ഐ വിൽ ബി 100% ഫിറ്റ് എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത്. നെയ്മറെ പൂർണ്ണ ഫിറ്റായിട്ട് കാണാൻ തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഏതായാലും നെയ്മർ നന്നായി കളിച്ചോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട. ഞങ്ങളുടെ സുൽത്താൻ കളിക്കളത്തിൽ ഉണ്ടല്ലോ, അതറിഞ്ഞാൽ മതി, അത് മതി എന്നൊക്കെ ഇന്ന് നമ്മൾ കമൻറ്റ് കണ്ടു. അത്രത്തോളം പ്രാധാന്യം നെയ്മർ ജൂനിയർക്ക് ആരാധകർ കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി ബ്രസീലിൻ്റെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ അതാവട്ടെ വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളാണ്. വമ്പന്മാരോടാണ് ബ്രസീലിന് കളിക്കാനുള്ളത് എന്ന കാര്യം കൂടി നോക്കുക. പ്രത്യേകിച്ച് അർജൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരമൊക്കെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലുണ്ട്. അടുത്ത കളി കൊളംബിയക്കെതിരെയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മാർച്ച് 21. അത് കഴിഞ്ഞ് മാർച്ച് 26 അർജന്റീനയുമായിട്ടാണ് കളി. അപ്പോഴേക്കും നെയ്മർ പൂർണ്ണ ഫിറ്റായി ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.